നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് E-grantz സ്കോളർഷിപ്പിനായിട്ട് എങ്ങനെ ഓൺലൈനായിട്ട് സ്വയം അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ വന്നിട്ട് E-grantz എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന റിസൾട്ടിൽ E-grantz 3.0 എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ E-grantzൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വരാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് E-grantzനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അടിഭാഗത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി E-grantz ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പുതുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കുന്നു. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥിയുടെ പേര് ആധാറിലുള്ളതുപോലെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ആധാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. വാലിഡേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് വീണ്ടും അതേ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ വരും, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. അവിടെ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും എൻ്റർ ചെയ്ത് റിമെമ്പർ മീ എന്നുള്ള ആ ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസ് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. ഇവിടെ ഓൾറെഡി സ്റ്റുഡൻറ്റിൻ്റെ പേര്, ആധാർ കാർഡ് നമ്പർ, ജനന തീയതി എന്നിവയൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. അത് PDF ഫയൽ ഫോർമാറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 100 KB താഴെയുള്ള ഫയലായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഫയൽ നിങ്ങൾ അവിടെ നിന്ന് അപ്ലോഡ് ആക്കി കൊടുക്കുക. അടുത്തതായിട്ട് കാസ്റ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാസ്റ്റ് നിങ്ങളുടെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ആക്കി കൊടുക്കുക. അടുത്തത് വില്ലേജ് സെലക്ട് ചെയ്യാനായിട്ടാണ് പറയുക. വില്ലേജ് സെലക്ട് ആക്കിയതിന് ശേഷം ലോക്കൽ ബോഡി ടൈപ്പാണ് ചോദിക്കുന്നത്. അത് അവിടെ നിന്ന് സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാമപഞ്ചായത്താണ് എന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത്, കോർപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ. അടുത്തത് ബ്ലോക്ക് സെലക്ട് ചെയ്യാനാണ്. ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീട്ടിൽ താമസിച്ച് പഠിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ളത് കൊടുക്കുക. ഇനി ഹോസ്റ്റലർ ആണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ഭാഗത്തോട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് അതർ ഡീറ്റെയിൽസുകൾ സെലക്ട് ചെയ്യാനുള്ള ഭാഗത്തോട്ടാണ് വരുന്നത്. ഓർഫൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓർഫൻ ആണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തത് അച്ഛനോ അമ്മയോ മരണപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അടുത്തതായിട്ട് ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. അവിടെ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫാദറിൻ്റെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കാസ്റ്റിലാണ് പെടുന്നത് എന്നുള്ളതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒക്യുപ്പേഷനാണ് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇവിടെ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതെല്ലാം മാൻഡാറ്ററി ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് മാതാവിൻ്റെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. മാതാവിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. വിഭാഗം കാറ്റഗറി എൻ്റർ ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ എന്താണ് എന്നുള്ളതും എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്ത ഭാഗത്ത് വരുന്നത് ഗാർഡിയൻ്റെ പേര് എൻ്റർ ചെയ്യാനാണ്. പേര് എൻ്റർ ചെയ്ത ശേഷം ഗാർഡിയനും സ്റ്റുഡൻറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആനുവൽ ഇൻകം ആണ് എൻ്റർ ചെയ്യേണ്ടത്. വാർഷിക വരുമാനം നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിലായിരിക്കും അതുണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ PDF ഫോർമാറ്റിലുള്ള ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 100 KB താഴെ ആയിരിക്കണം ആ ഫയലും ഉണ്ടായിരിക്കേണ്ടത്.
അടുത്തതായി ബാങ്ക് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ബാങ്കാണ് എന്നുള്ളത് സെലക്ട് ആക്കി കൊടുക്കുക. ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണ് എന്നുള്ളത് സെലക്ട് ആക്കി കൊടുക്കുക. പിന്നെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. IFSC കോഡ് അവിടെ നിങ്ങൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അടുത്തത് ആധാറായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അടുത്തതായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളിവിടെ അപ്ലോഡാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും നിങ്ങൾ അപ്ലോഡാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും 100 KB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിരിക്കണം എന്നും അവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അടുത്തത് പ്രസൻറ്റ് സ്റ്റാറ്റസ് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് സ്റ്റുഡൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളതാണ് സെലക്ട് ആക്കി കൊടുക്കേണ്ടത്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ HSC കോളേജ് ഓർ സ്കൂൾ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിലാണ് ഈ വിഭാഗം പെടുന്നത്. ഡിപ്ലോമ, പോളിടെക്നിക് കോളേജുകൾ പെടുന്നത്, ഡിഗ്രി കോളേജുകൾ, സ്കൂളുകളെല്ലാം വരുന്നത് ആ കാറ്റഗറിയിലാണ്. ശേഷം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. ഞാനിവിടെ പോളിടെക്നിക് ആയതുകൊണ്ട് ഡിപ്ലോമ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡിപ്ലോമയിൽ തന്നെ ഏത് ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കുന്നത്, ആ കോഴ്സ് വിഷയം നിങ്ങൾ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് വർഷമാണ് എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് അഡ്മിഷൻ ടൈപ്പാണ്. നമുക്ക് ഏത് രീതിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മെറിറ്റ് ആണെങ്കിൽ മെറിറ്റ് കൊടുക്കുക, നോൺ മെറിറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം നമുക്കൊരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ പ്രൊഫൈൽ മുഴുവനായിട്ട് കാണാം, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം, ബാങ്കിങ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഫോട്ടോ സപ്പോർട്ട് ആവുള്ളൂ. ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി അപ്ഡേറ്റ് ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇടത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലത്തെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. +2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ +2 ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. PG ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ 3 വിഭാഗങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ആക്കി കൊടുക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷനുകളെല്ലാം ഇവിടെ അപ്ഡേറ്റ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ക്വാളിഫിക്കേഷൻ ടൈപ്പ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ഏതാണ്, പഠനശാഖ അവിടെ നിന്ന് സെലക്ട് ആക്കി കൊടുക്കുക. നമ്മളുടെ പരീക്ഷ രജിസ്ട്രേഷൻ നമ്പർ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പഠിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അതിൻ്റെ നെയിം അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എക്സാം ബോർഡിൻ്റെ പേര് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ എക്സാമിന് ലഭിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ പാസ്സായിരിക്കുന്ന വർഷവും അതേപോലെ തന്നെ മാസവുമാണ്. ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് 100 KB താഴെയുള്ള ഫയലായിരിക്കണം എന്ന് ഓർക്കണം. അതിനുശേഷം ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ആ ക്വാളിഫിക്കേഷൻ അവിടെ ആഡ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് SSLC ക്വാളിഫിക്കേഷനാണ്. ഇനി അടുത്തത് ഞാൻ +2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ +2 കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ +2ൻ്റെ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്ത് അതും ഇതേപോലെ തന്നെ സ്റ്റെപ്പുകളിലൂടെ ക്വാളിഫിക്കേഷൻ ടൈപ്പ്, അതേപോലെ തന്നെ പഠിച്ചിരിക്കുന്ന ശാഖ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പെർസെൻറ്റേജ്, അതേപോലെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോർഡ് എന്നിവയെല്ലാം സെലക്ട് ആക്കി കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ആക്കി ഇതേപോലെ തന്നെ ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിഫിക്കേഷനും അവിടെ എൻ്റർ ആവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രി പാസ്സായവരാണ്, PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനും കൂടി നിങ്ങൾ അപ്ഡേറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്.
ഇനി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇടത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ഫോർ E-grantz എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിക്ക് ഹെയർ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ആക്കേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, ബാങ്ക് പാസ്ബുക്ക് എന്നിവ മാൻഡാറ്ററി ആണ്. ഹോസ്റ്റൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ആധാർ ഡോക്യുമെൻറ്റ്സ് ഇഫ് എനി എന്നുള്ളതും ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. അത് ഓക്കെ കൊടുത്തതിന് ശേഷം പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേയൊക്കെ ഓൾറെഡി എൻ്റേർഡ് ആണ്. ബാക്കി എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആയിരിക്കും. അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൺഫേം ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. അതിന് മുമ്പായി കുറേ കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് യെസ് ആണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് ആ രീതിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഏത് വർഷമാണ് പാസ് ഔട്ട് ആയിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പെർസെൻറ്റേജ് എത്രയായിരുന്നു എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് എലിജിബിൾ ആണോ, ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ ആയിരുന്നോ എന്നുള്ളത് സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്നുള്ളതാണ്, ഡേ ഹോൾഡർ ആണോ അല്ലെങ്കിൽ ഹോസ്റ്റലർ ആണോ, ആ കാര്യങ്ങളെല്ലാം നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീടാണ് നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആക്കി കൊടുക്കാനുള്ളത്. ഇതിൽ നമുക്ക് കാണാം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് നേരെയായിട്ട് ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, ബാങ്ക് പാസ്ബുക്ക് എന്നിവ എല്ലാം മാൻഡാറ്ററി ആയിട്ടുള്ളതെല്ലാം കൊടുക്കുക. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ന് കൺഫേം ചെയ്യുക. അവിടെ ഫില്ല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലോട് കിടക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം ഡിക്ലറേഷന് താഴെയായിട്ട് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മാറി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഫോം നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി എല്ലാ പ്രൂഫുകളും ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് പ്രിൻസിപ്പലിൻ്റെ ഒപ്പൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഈ രീതിയിലാണ് E-grantz സ്കോളർഷിപ്പിനായിട്ട് സ്വന്തമായിട്ട് തന്നെ ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ്, നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.